Hi friends, welcome back to the channel. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ കൂടുതലും ഫൈനാൻസ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഞാൻ ഓൾറെഡി 30 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആവും. പിന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ വീഡിയോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാങ്കിൽ പണം ഇടുന്നത് സേവ് ചെയ്യാനാണ്. നമ്മൾ ഇന്ന് 10,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ആ 10,000 രൂപ അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റും കിട്ടുമെന്ന് നമുക്കറിയാലോ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാപ്പരായ കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്ക്രപ്റ്റ് ആയ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പൈസ ഇടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആവുന്നത് അവരുടെ ലയബിലിറ്റീസ് ആർ ഗ്രേറ്റർ ദാൻ ദ അസറ്റ്സ്. നമ്മുടെ അസറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വെച്ചിട്ട് നമ്മുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കമ്പനി ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പാപ്പരായ ബാങ്കിലേക്ക് നിങ്ങൾ പണം സേവ് ചെയ്യാൻ ഇടുമോ? പലർക്കും അറിയാത്തൊരു കാര്യം, ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷണൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിന്റെ ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ വൈ ബാങ്ക്സ് ഡോണ്ട് വാണ്ട് യു ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ 10 കൊല്ലത്തെ FD റിട്ടേൺസും 10 കൊല്ലത്തെ ബാങ്ക് നിഫ്റ്റി റിട്ടേൺസും നമ്മൾ ഈ വീഡിയോയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഫ്രാക്ഷണൽ റിസർവ് ആദ്യം എന്താണെന്ന് നോക്കാം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷണൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ഈ ഫ്രാക്ഷണൽ റിസർവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾ 100 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് 10% റിസർവ് കീപ്പ് ചെയ്യും. അപ്പോൾ ഈ 100 രൂപ 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ബാക്കി റിമൈനിങ് 90 റുപ്പീസ് എന്ന് പറഞ്ഞ ആൾക്ക് ലോൺ ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിരിക്കും. ബാങ്ക് ഒരിക്കലും ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ലോൺ എമൗണ്ട് ക്യാഷ് ആക്കാനായിട്ട് സമ്മതിക്കില്ല. എന്നിട്ട് ഈ 90 രൂപ ലോൺ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും സാധനം മേടിച്ച് കഴിഞ്ഞാൽ ആ ഷോപ്പ് ഓണറിനായിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ ഈ ഷോപ്പ് ഓണറിന് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ ഷോപ്പ് ഓണറിന് 90 രൂപ ഡെപ്പോസിറ്റ് ആയി. അപ്പോൾ ബാങ്കിൽ വീണ്ടും 90 രൂപ ഡെപ്പോസിറ്റ് വന്നു. എന്നിട്ട് ഈ 90 രൂപയുടെ 10% റിസർവ് വെക്കും, അതായത് 9 രൂപ. അപ്പോൾ 9 രൂപ റിസർവ് വെച്ചിട്ട് ബാക്കി 81 റുപ്പീസ് വീണ്ടും ലോൺ ചെയ്യും. അപ്പോൾ പാർട്ടി ബി ലോൺ എടുക്കുന്നത് 81 റുപ്പീസിനായിരിക്കും. എന്നിട്ട് ഈ പാർട്ടി ബി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ റെസിപ്പിയൻറ്റിന് വീണ്ടും 81 റുപ്പീസ് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ വീണ്ടും ബാങ്കിൽ 81 റുപ്പീസ് തിരിച്ചു തന്നു. എന്നിട്ട് ഈ 81 റുപ്പീസിൻ്റെ റിസർവ് വെക്കും, എന്നിട്ട് വീണ്ടും ലോൺ ചെയ്യും. അപ്പോൾ പാർട്ടി സി വരാകുമ്പോഴത്തേക്കും ബാങ്ക് ലോൺ ചെയ്തേക്കുന്ന എമൗണ്ട് ഈ ഇനീഷ്യൽ 100 രൂപയിൽ നിന്ന് ബാങ്ക് ലോൺ ചെയ്തേക്കുന്ന എമൗണ്ട് 243.90 റുപ്പീസാണ് ലോൺ ആയിട്ട് കൊടുത്തേക്കുന്നത് ബാങ്ക്. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഡെപ്പോസിറ്റ് ആണെങ്കിലും ബാങ്ക് അത് വലിയ രീതിയിലായിരിക്കും ലോൺ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ആ 243.90 റുപ്പീസിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ 100 രൂപ ഇനീഷ്യൽ ഡെപ്പോസിറ്റിൽ നിന്ന് 5% ആയിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് ഇൻകം. ബാങ്ക് ഈ പരിപാടികളൊക്കെ ചെയ്താലും നമ്മളുടെ അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്കും 100 രൂപയായിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ ആ 27 രൂപ 10 പൈസയേ ഉള്ളൂ. ഈ 3 പാർട്ടിക്കും, പാർട്ടി എ, പാർട്ടി ബി ആൻഡ് പാർട്ടി സിക്ക് ലോൺ ചെയ്ത എമൗണ്ടിൻ്റെ റിസർവ് ഉള്ളൂ ബാങ്കിൻ്റെ കയ്യിൽ, അതായത് 27 രൂപ 10 പൈസ. അപ്പോൾ നമ്മൾ ഈ 100 രൂപ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ നോക്കിയാൽ ബാങ്കിന് ഫിസിക്കലി ഈ പൈസ തരാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ബാങ്ക്സിന് ബാങ്ക്രപ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി അവർ മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്യും, അതായത് വിഡ്രോവൽ ലിമിറ്റ് വെക്കും. നമ്മളുടെ 100 രൂപ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആക്കും. അപ്പോൾ 243.90 റുപ്പീസിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ ഇൻകം വരുന്നത് 24 റുപ്പീസ് 39 പൈസയാണ്. എന്നാൽ നമ്മളുടെ 100 രൂപയുടെ ഡെപ്പോസിറ്റിൽ നിന്ന് 5% ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് കിട്ടുമ്പോഴത്തേക്കും വെറും 5 രൂപയാണ്. കൊള്ളാമല്ലേ, നല്ല പരിപാടി. അപ്പോൾ ബാങ്ക്സിന് നമ്മളുടെ പൈസ തിരിച്ചു തരാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെന്നിരിക്കട്ടെ, ഈ മൊറട്ടോറിയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക്, ആ കൺട്രിയിലെ റിസർവ് ബാങ്ക് മണി പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഈ മണി ബാങ്ക്സിന് ലോൺ കൊടുക്കും. എന്നിട്ട് ആ ലോൺ എമൗണ്ടിൽ നിന്ന് നമ്മളുടെ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് അലൗ ചെയ്യും. സോ നോർമലി എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇൻ കേസ് ഇതെല്ലാം ഫെയിലായെന്ന് വിചാരിക്കട്ടെ, നമ്മളുടെ എല്ലാവരുടെ ഡെപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 5 lakhs വരെ ഇൻഷുർഡ് ആണ്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉള്ളവർക്കും 1 കോടി ഉള്ളവർക്കും 5 ലക്ഷം രൂപ മിനിമം കിട്ടുമെന്ന് ഗ്യാരണ്ടീഡ് ആണ്. 1 ലക്ഷം ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് 5 ലക്ഷം രൂപ കിട്ടില്ല കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, എത്ര ബാങ്ക്സും എത്ര മ്യൂച്വൽ ഫണ്ട്സും പൊട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, യു വിൽ ബി സർപ്രൈസ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 10 ഇയർ FD റിട്ടേൺസും 10 ഇയർ ബാങ്ക് നിഫ്റ്റി റിട്ടേൺസും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഒരു FD ഇട്ടിരുന്നെങ്കിൽ 7.38%-ലായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ 10 കൊല്ലം മുമ്പുള്ള വാല്യൂ, അതായത് 2011-ലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 11,800 ആയിരുന്നു. എന്നാൽ ഇന്നത് 35,000 റേഞ്ചിലാണ്.
അപ്പോൾ അറൗണ്ട് 3 times ആണ് റിട്ടേൺസ്. അപ്പോൾ നമ്മൾ 10 കൊല്ലം മുമ്പ് 10,000 rupees FD ആയിട്ട് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് 20,800 rupees ആയിരിക്കും. എന്നാൽ ആ സെയിം എമൗണ്ട് ബാങ്കിങ് ഷെയർസ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ അറൗണ്ട് 31,800 rupees ആയിരിക്കും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. അപ്പോൾ ബാങ്ക്സിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് ബാങ്ക്സിൻ്റെ അസറ്റ്സ് നോക്കിയിട്ടാണ്. അപ്പോൾ ബാങ്ക്സിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ഈ വലിയ വലിയ MNC കമ്പനീസിനൊക്കെ കൊടുത്തേക്കുന്ന ലോൺസ് വെച്ചിട്ടുള്ളൊരു അസസ്മെൻ്റ് ആണ് ബാങ്ക്സിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള കമ്പനീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂയും ക്രെഡിബിലിറ്റിയും ഒക്കെ വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നല്ലൊരു ഗ്രോത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫണ്ട്സ് ഐഡിലായിട്ട് ഇടാതെ നോക്കുക, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫർ. അതല്ല ലോങ് ടേം വെൽത്ത് അപ്രിസിയേഷൻ ആണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഒരു ജനറൽ റൂൾ ഓഫ് തമ്പ് 6 months ബിൽസ് കവർ ചെയ്യാനുള്ള ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി റിമൈനിങ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഡിസ്ക്ലൈമർ, സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ആവും. പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രോ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടും. വേറെ ഒരു എക്സ്പെൻസും വരുന്നില്ല. നിങ്ങൾ 100 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.